വൺ ഡേയിലാണ് എൻ്റെ കരിയർ ഞാൻ ഡിസൈഡ് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ ഞാൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യല്ല ചെയ്തത്. വെഡിങ് പ്ലാനിങ്ങിൽ എന്തൊക്കെയാണോ സ്റ്റാർട്ടിങ് വരിക അതിന്റെ ബേസിക് ഒരു 3 years ഞാൻ പഠിച്ചതിന് ശേഷമാണ് ഞാൻ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് ആക്ച്വലി ട്രഡീഷണൽ വെഡിങ് ചെയ്യാനാണ് ഭയങ്കര ഇഷ്ടം. ഒരുപാട് ആൾക്കാരുള്ള അങ്ങനെയുള്ളത് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. കാരണം ഒരുപാട് ആൾക്കാരെ കണ്ട് അതായത് ഈ ഫീൽഡിലെ മെയിൻ പ്ലസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഫംഗ്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. എല്ലാവർക്കും വെഡിങ്ങിന് ഒരു ബഡ്ജറ്റ് ഉണ്ടാവണം. ഫസ്റ്റ് ഞാൻ പറയുന്ന ഒരു പോയിന്റ് അതാണ്. പണ്ടൊക്കെ ഒരുപാട് ലോൺ എടുത്ത് ഒരു വീട്ടിലൊരു കല്യാണം നടത്തി കഴിഞ്ഞാൽ തന്നെ ലൈഫ് ലോങ് ആ ബാധ്യത. ഒരു വീട് വാങ്ങുന്ന പോലത്തെ ഒരു കല്യാണം, ഈ 2 കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലി മുഴുവൻ കടബാധ്യതയ്ക്ക് മാറുകയാണ്. അപ്പോൾ മെയിൻലി ആ പോയിന്റ് ഉണ്ടാവരുത്. ഒരു വെഡിങ്ങിന് എന്താണോ അത്യാവശ്യ കാര്യങ്ങൾ ഫസ്റ്റ് സ്പെൻഡ് ചെയ്യേണ്ട അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമാണ്. ആഡംബരത്തിന് സ്പെൻഡ് ചെയ്യരുതെന്ന് ഞാൻ പറയാറുണ്ട്. ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ടു ബിഹൈൻഡ് ദ ബ്രാൻഡ്. ഇന്ന് ബിഹൈൻഡ് ദ ബ്രാൻഡിൽ ഒരു സക്സസ്ഫുൾ ആയിട്ട് ഒരു വെഡിങ് പ്ലാനർ കമ്പനിയാണ്. ആ കമ്പനിയുടെ ഫൗണ്ടറാണ് എൻ്റെ മുന്നിലുള്ളത്, മിസ്റ്റർ അർജുൻ മേനോൻ. നമസ്കാരം, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. വെഡിങ് പ്ലാനേഴ്സ് അല്ലെങ്കിൽ ലക്ഷ്യ വെഡിങ് പ്ലാനേഴ്സ്, വെഡിങ് ക്യൂറേറ്റർ ആണ് നിങ്ങളെന്ന്. വെഡിങ് പ്ലാനേഴ്സ് മാറ്റിയ പ്ലാനർ എന്നുള്ള വേർഡ് തിരുത്തി കളഞ്ഞിട്ട് ക്യൂറേറ്റർ എന്നുള്ള ഒരു വേർഡ് ചേർത്താൽ മതി. വൈ? അതെന്തുകൊണ്ടാണ്? വെഡിങ് പ്ലാനർ എന്ന് പറയുന്നത് ക്ലയന്റ് എന്താണോ ചോദിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് വെഡിങ് പ്ലാനർ എന്ന് ഉദ്ദേശിക്കുന്നത്. ബട്ട് ഒരു വെഡിങ് ക്യൂറേറ്റർ എന്ന് പറയുമ്പോൾ ക്ലയന്റിന്റെ എക്സ്പെക്ടേഷൻസ് എന്താണോ അത് ഫുൾഫിൽ ചെയ്ത് കൊടുക്കാനുള്ള ഒരു കാര്യങ്ങൾ. ഇപ്പോ ചിലർക്ക് വന്നിട്ട് ഒരു ഉദയ്പൂർ പാലസിൽ ഒരു വെഡിങ് ചെയ്യണം എന്നുണ്ടാവും, അതേപോലെ തന്നെ ഒരു ഔട്ട്ഡോർ വെഡിങ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചിലപ്പോ ഒരു സെലിബ്രിറ്റി വെഡിങ്സ് നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിന്റെ ബഡ്ജറ്റ് കോസ്റ്റിംഗ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഒരു ക്ലയന്റ് എന്താണോ ബഡ്ജറ്റ് കോസ്റ്റിംഗ് വരുന്നത് അത് ക്യൂറേറ്റ് ചെയ്ത് അവരുടെ ബഡ്ജറ്റിലേക്ക് മാറ്റി നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ക്യൂറേറ്റർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. എന്തായിരുന്നു ലക്ഷ്യ വെഡിങ് പ്ലാനിങ് അല്ലെങ്കിൽ വെഡിങ് പ്ലാനേഴ്സ് എന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു അതെവിടെന്നാ വന്നത്? ആക്ച്വലി അത് ഓപ്പൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആക്ച്വലി പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം ജസ്റ്റ് ഫ്രണ്ടിന്റെ കൂടെ, അവൻ ഈവനിലും അന്ന് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, അന്ന് വെറുതെ പോയതാണ്. അന്ന് മോർണിംഗ് ടു ഈവനിങ് വரைക്കും അതെങ്ങനെയാണെന്നുള്ളത് കണ്ടു. അപ്പോ അങ്ങനെ എനിക്ക് ആ ഒരു ഫീൽഡിലേക്ക് ഇൻട്രസ്റ്റ് വന്ന് ദെൻ പഠിച്ചു കഴിഞ്ഞ് ഞാൻ ആ വർക്ക് ഒരു 3 വർഷത്തോളം അതിൽ വർക്ക് ചെയ്തു, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു. ദെൻ അതിനുശേഷമാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. സാധാരണ ഒരു വെഡിങ് അല്ലെങ്കിൽ ഇവന്റുകാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ഡേ ആയിരിക്കും. ഇന്ന് ഒരു ഇവന്റ് ഉണ്ടെന്ന് പറയുമ്പോൾ തലേ ദിവസം തൊട്ട് ഒരു 2 ദിവസത്തെ ഉറക്കം ഉണ്ടാവില്ല, ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കും. ആ ഇവന്റ് കഴിയണ വരെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രഷർ. കാരണം ഞാനൊരു ഇവന്റ് ഹോസ്റ്റ് ആണ്, അപ്പൊ ഞാൻ കാണാറുണ്ട് പലരുടെയും ടെൻഷൻ. കാരണം ഇവന്റ് കൊളായാലും നമ്മുടെ തലയിൽ ഇരിക്കും, നന്നായാലും നമുക്ക് അപ്രീസിയേഷൻ കിട്ടും. അപ്പൊ ആ ഒരു ടെൻഷനാണ് എപ്പോഴും. നമുക്ക് ഒരു ടെൻഷനല്ല, എല്ലാം ഓടി നടന്ന് ഫുൾ നമ്മുടെ തലയിലായിരിക്കും എല്ലാം ഇരിക്കുന്നത്. അപ്പം അതിനോട് ഇത്ര ഇഷ്ടം അപ്പോഴേ തോന്നി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇങ്ങനെ വൺ ഡേയിലാണ് എന്റെ കരിയർ ഞാൻ ഡിസൈഡ് ചെയ്യുന്നത്. ഞാൻ അത് മോർണിംഗ് ടു ഈവനിങ് വരെ കണ്ടു. ഓക്കെ, ഇത് നല്ലൊരു എന്റെ കരിയർ ആയിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വന്നതാണ്. പക്ഷെ സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ ഞാൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യല്ല ചെയ്തത്. സ്റ്റാർട്ടിങ് എന്റെ വർക്ക് മുതൽ, അതായത് ഒരു വെഡിങ് പ്ലാനിങ്ങിൽ എന്തൊക്കെയാണോ സ്റ്റാർട്ടിങ് വരിക അതിന്റെ ബേസിക് ഒരു 3 years ഞാൻ പഠിച്ചതിന് ശേഷമാണ് ഞാൻ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഏകദേശം ഒരു 16 വർഷമായി കമ്പനി റൺ ചെയ്യുന്നു. ലക്ഷ്യയിൽ ഫോക്കസ് ചെയ്യുന്നത് വെഡിങ് മാത്രമേ ഉള്ളൂ? വെഡിങ് പ്ലാൻ അതോ മറ്റ് ഇവന്റ്സും കോർപ്പറേറ്റ് ഇവന്റ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്, ബട്ട് മെയിൻലി വെഡിങ്സ് ആണ്. ഇപ്പൊ വെഡിങ് എന്നുള്ള ഒരു വാക്ക് അല്ലെങ്കിൽ ആ ഒരു സംഭവം നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഒരു അച്ഛനമ്മേനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കളുടെ ഒരു വലിയൊരു ദിവസമാണ്, അല്ലെങ്കിൽ ബ്രൈഡ് ആൻഡ് ഗ്രൂമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ബിഗ് ഡേ ആണ്. അപ്പൊ ആ ബിഗ് ഡേ നമ്മുടെ കൈകളിലേക്കാണ് ഏൽപ്പിക്കുന്നത് അല്ലെ. അപ്പം അതിൻ്റെതായ എന്തൊക്കെയാണ് പ്രിപ്പറേഷൻസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ക്ലയന്റിനെ ഡീലാക്കേണ്ടത്? കാരണം പലരും പറയും ക്ലയന്റിനെ ഡീലാക്കാൻ നല്ലോണം സംസാരിച്ച് വീഴ്ത്തണം, അതിലാണ് എല്ലാം ഇരിക്കുന്നത്. സത്യത്തിൽ അതിലാണോ, നമ്മുടെ നാവിൻ തുമ്പത്താണോ ക്ലയന്റിനെ ഡീലാക്കാൻ പറ്റുക? അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. അതായത്
ചില ക്ലയൻസ് വന്നിട്ട് നമ്മളുടെ പ്രീവിയസ് ഇവന്റ്സ് കണ്ടിട്ടുണ്ടാവാം. ഇപ്പൊ പിന്നെ സോഷ്യൽ മീഡിയ ആണ്, അത് എല്ലാവരുടെയും സോഷ്യൽ മീഡിയ കണ്ടിട്ടാണ് ഒരുപാട് ക്ലയൻസ് വരുന്നത്. പക്ഷെ ഞങ്ങളുടെ ക്ലയൻസ് മാക്സിമം റെഫറൽ ക്ലയൻസ് ആണ്. അതായത് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ ഞങ്ങൾ അത്ര ആക്റ്റീവ് ആണെന്ന് ചോദിച്ചാൽ ഫുള്ളായിട്ടുള്ള ഒരു ആക്റ്റീവ് അല്ല ഞങ്ങൾ. ഞങ്ങളുടെ മെയിൻലി റെഫറൽ ക്ലയൻസ് ആണ് കൂടുതൽ. നമുക്ക് തമിഴ്നാട് സൈഡ് വരുന്ന സമയത്തുള്ളൊരു ഗുണം എന്താന്ന് പറഞ്ഞാൽ, നമ്മളെ തമിഴ്നാട്ടിലൊരു ഫാമിലി ഒരു വെഡിങ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ലോങ് അവരുടെ ഫാമിലി നമ്മൾ തന്നെ ആയിരിക്കും. അതൊരിക്കലും മാറില്ല. ഓക്കെ, അത് അവര് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ആ ട്രസ്റ്റ് തന്നെയാണ് അവസാനം വരെ. ഫസ്റ്റ് ഇവന്റിൽ എന്താണോ നമ്മൾ ബഡ്ജറ്റ് പറയുന്നത് അത് മാത്രമായിരിക്കും ബഡ്ജറ്റ് പറയേണ്ട ഒരു ആവശ്യം വരിക. ഒരുപാട് നേരം ഇരുന്ന് സംസാരിച്ചവരെ കൺവിൻസ് ചെയ്യേണ്ടി വരിക. അതിനുശേഷമുള്ള എല്ലാ ഫംഗ്ഷൻസിനും ബഡ്ജറ്റോ അല്ലെങ്കിൽ എന്താണെന്നുള്ളൊരു കൺഫ്യൂഷൻ അവിടെ ഇല്ല. അതായത് ചെയ്യാൻ പോകുന്നത് നമ്മൾ തന്നെയാണ് എന്നുള്ളത് കൺഫേം ആണ്, 100% കൺഫേം ആണ്. അതാണ് റെഫറൽ എന്നുള്ളൊരു ഒരു കാര്യം. അത് നമുക്ക് ഒരുപാട് ക്ലയൻസിന്റെ കയ്യിൽ നിന്നുണ്ട്. മെയിൻലി നമ്മൾ റെഫറൽ ക്ലയൻസ് ആവുമ്പോൾ ഈ പറഞ്ഞ ഇപ്പൊ എന്നെ ചോദിച്ച പോലെ തന്നെ ക്ലയൻസിന് ഒരുപാട് നേരം ഞാൻ ഇരുന്ന് സംസാരിച്ച് കൺവിൻസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. കാരണം അവർക്ക് ഓൾറെഡി നമ്മുടെ വർക്ക് കണ്ടിട്ടുണ്ട്, നല്ലൊരു റെഫറൻസ് ആണ് അവിടുന്ന് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ക്ലയൻസ് കൺവേർട്ട് ആവാറുണ്ട്. ഇപ്പൊ തമിഴ്നാടിന്റെ കാര്യം ചോദിച്ചോണ്ട് ഞാൻ പറയാം, ഈസി ടു ഹാൻഡിൽ ഏതാണ്, കേരളയാണോ തമിഴ്നാടാണോ? ട്രഡീഷൻസ് ആക്ച്വലി ഒരുപാട് കൂടുതലുള്ള തമിഴ്നാടാണ്. അതെ, അത് ഓരോ കാസ്റ്റിനനുസരിച്ച് അവരുടെ ട്രഡീഷൻസ് മാറും. ഇപ്പൊ നാടാർ എന്നുള്ളൊരു കാസ്റ്റ് ഉണ്ട്, അതേപോലെ ചെട്ടിയാർ, അങ്ങനെ ഒരുപാട് കാസ്റ്റുകൾ ഉണ്ട്. അവർക്ക് ഓരോരോ ട്രഡീഷൻസ് ആണ്. മോർണിംഗ് എൻഗേജ്മെന്റ്, ഈവനിങ് റിസപ്ഷൻ, നെക്സ്റ്റ് ഡേ മോർണിംഗ് വെഡിങ്. ഇതാണ് തമിഴ് കൾച്ചറിലെ ഒരു വെഡിങ് വരിക. അപ്പൊ അതിന്റെ ഇടയിൽ തന്നെ ഉറുമാൽക്കെട്ട് സീർ, അതേപോലെ തന്നെ തണ്ണിയൂത്തറ ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അവർക്ക്. മോർണിംഗ് എൻഗേജ്മെന്റ്. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ കാസ്റ്റിനനുസരിച്ച് മാറും. ഓരോ ആൾക്കാരുടെ അയ്യർ, അതായത് കല്യാണം നടത്താൻ വരുന്ന ആൾക്കാർ മാറും, അവരുടെ ട്രഡീഷൻസ്, അവരുടെ തിങ്സ് വരെ മാറും. ഓക്കെ, അപ്പോ റിസ്ക് ഏതിലാണോ അല്ലെങ്കിൽ ടെൻഷൻ ഏതിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവന്റിനനുസരിച്ചാണ്, ക്ലയന്റിനനുസരിച്ചിട്ടാണ്. അല്ലാതെ ഒരിക്കലും നമ്മുടെ വർക്കോ അല്ലെങ്കിൽ ക്ലയന്റിനെ ഹാൻഡിൽ ചെയ്തൊന്നും അല്ല സ്ട്രെസ്. ആ സൈറ്റിൽ വരുന്ന ചില പ്രശ്നങ്ങളുണ്ട്, അതാണ് നമുക്ക് സ്ട്രെസ് തരാ കൂടുതൽ. ഇപ്പത്തെ ഒരു ട്രെൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും പറയുന്ന കേട്ടേക്കുന്നത്, എന്തിനാ വെഡിങ്ങിന് ഇത്രയും പൈസ എടുക്കുന്നത്, അല്ലെങ്കിൽ ഇവന്റിന് ഒരു 1 ഡേ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു 1 ഡേ ഒരു ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഇത്രയും എമൗണ്ട് നമ്മൾ ഇറക്കേണ്ട ആവശ്യമുണ്ടോ? ആ എമൗണ്ട് സേവ് ആക്കിയിട്ട് വല്ല നമുക്ക് വിദേശത്ത് ട്രിപ്പ് പോവാം, എബ്രോഡ് ട്രിപ്സ് ഒക്കെ പോവാം. ഒരു ട്രെൻഡിങ് ആയി കുറച്ച് റീൽസിൽ ഒരിടയ്ക്ക് കുറച്ച് ഇതായിരുന്നു. അപ്പൊ കുറച്ച് പേര് ചുരുക്കാൻ തുടങ്ങി, ഡെസ്റ്റിനേഷൻ വെഡിങ്ങിലേക്കൊക്കെ മാറി. അപ്പൊ അത് എത്രത്തോളം യോജിക്കുന്നുണ്ട്? ലൈക്ക് വെഡിങ്ങിന് ഇത്ര ഫണ്ട് ഇറക്കണോ, അല്ലെങ്കിൽ ഒരു 1 ഡേ? 2 പോയിന്റ്സ് ആണ്. ഒന്ന് വന്നിട്ട് ക്ലയന്റ് ഇപ്പോൾ തന്നെ ചില ക്ലയൻസ് വെഡിങ്ങിനുള്ള ബഡ്ജറ്റ് ഒതുക്കി ട്രിപ്പ് പോകാനും മറ്റുള്ള കാര്യങ്ങൾക്കും മാറുന്നുണ്ട്. രണ്ടാമതൊരു സൈഡ് വന്നിട്ട് ക്ലയൻസ് ഗസ്റ്റിന്റെ ലിസ്റ്റുകൾ കുറച്ചു. അതായത് 50 to 150 എന്നുള്ള ലെവലിലേക്ക് ക്ലയന്റുകൾ മാറി തുടങ്ങി. ഓക്കെ, ബട്ട് ഇതില് ഒരു 1000 to 2000 മെമ്പേഴ്സിനെ വെച്ച് നമ്മളൊരു വെഡിങ് ചെയ്താലും അതിനേക്കാൾ എക്സ്പെൻസീവ് ആണ് ഇത്. കാരണം വരുന്ന 150 മെമ്പേഴ്സിനും നമ്മൾ കൊടുക്കുന്ന സർവീസ് വേറെയാണ്. ഈ 1000 മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വെഡിങ്ങിന് വന്നു, കൈ കൊടുത്തു, ഭക്ഷണം കഴിച്ചു, പുറത്തു പോയി. പക്ഷെ ഈ 50 to 100 മെമ്പേഴ്സിന് നമ്മൾ കൊടുക്കുന്ന സർവീസ്, ഓരോ ആൾക്കാർക്കും നമ്മൾ രാജകീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ കോസ്റ്റിൽ ഡിഫറൻസ് വരുന്നില്ല. ആൾക്കാരുടെ എണ്ണം മാത്രമാണ് കുറയുന്നത്, ബട്ട് വരുന്നവർക്ക് ആ ഒരു ഫീൽ നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റും. ഗസ്റ്റും ഒരുപാട് ക്ലയൻസും ഇപ്പൊ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യമാണ്. ഒരുപാട് ആൾക്കാരെ വിളിച്ച് വെഡിങ് നടത്തുന്നതിനേക്കാൾ ഒരു റിസോർട്ട് ബുക്ക് ചെയ്ത് 2 to 3 ഡേയ്സ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ അവിടെ കൊണ്ടുപോയി സ്റ്റേ ചെയ്ത് ഒരു വെഡിങ് നടത്തി തിരിച്ചു വരിക എന്നുള്ള കോൺസെപ്റ്റിലേക്ക് ഒരുപാട് ആൾക്കാർ മാറി തുടങ്ങി. നമ്മൾ തന്നെ ഒരുപാട് വെഡിങ് ചെയ്യുന്നത് കൂർഗിലാണ്. അതും കേരളത്തിൽ ഒരുപാട് വെഡിങ്സ് നടത്തുന്നത് നമ്മൾ കൂർഗിലാണ്. ഓക്കെ ഓക്കെ ഫൈൻ. ഇപ്പൊ ആസ് എ ഇവന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ ഇവന്റ് പ്ലാനേഴ്സ് ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ് താല്പര്യം? ഡെസ്റ്റിനേഷൻ വെഡിങ് ആണോ അതോ ഒരുപാട് ആൾക്കാരെ സൽക്കരിക്കാനാണോ ഇഷ്ടം? എങ്ങനെയാണ്? എനിക്ക് ആക്ച്വലി ട്രഡീഷണൽ വെഡിങ് ചെയ്യാനാണ് ഭയങ്കര ഇഷ്ടം. ഓക്കെ, ഒരുപാട് ആൾക്കാരുള്ള അല്ലെ, ഒരു ഓളം അല്ലെ, ഒരു കല്യാണം, അങ്ങനെയുള്ളത് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. കാരണം ഒരുപാട് ആൾക്കാരെ കണ്ട് ഒരുപാട്, അതായത് ഈ ഫീൽഡിലെ മെയിൻ പ്ലസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഫംഗ്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു ഫീഡ്ബാക്ക് ഉണ്ട്.
അതാണ് ഒരു കിക്ക് ആക്ച്വലി. യെസ് നമ്മൾ ഇതിൽ ഒരുപാട് സമ്പാദിക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് വർക്ക് ചെയ്യുന്നു, കുറെ ഓടുന്നു, രാത്രി ഉറക്കൂല, ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഷുവർ ഷുവർ ഒരു ഇവന്റ് കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. ഷുവർ ഷുവർ അത് ഒരിക്കലും നമുക്ക് അതിന് മുകളിലൊന്നും ബീറ്റ് ചെയ്യാൻ ആ പറ്റില്ല. അതെ സത്യം സത്യം. ഞാനും ഒരു ഹോസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് പൈസ അക്കൗണ്ടിൽ കയറുന്നതിലും അവരുടെ ഒരു വോയിസ് നോട്ട് അല്ലെങ്കിൽ അവര് വിളിച്ചിട്ട് യു ആർ ഡൺ എ ഗ്രേറ്റ് ജോബ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരു കിക്ക് തന്നെയാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെയോ കീഴടക്കിയ ഒരു ഫീലാണ്. അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അവരുടെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഈ ഇവന്റിന് നല്ല സ്കോപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് വെഡിങ് പ്ലാനേഴ്സ് ഇപ്പം ഡേ ബൈ ഡേ നമ്മുടെ ഈ കൊച്ചി തന്നെ എടുത്തു നോക്കുമ്പോൾ there are so many options അല്ലെ. അപ്പൊ അതിൽ നിന്ന് എന്തുകൊണ്ടായിരിക്കണം ലക്ഷ്യം ഞങ്ങൾ പിക്ക് ചെയ്യാൻ കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആൻസർ? മെയിൻലി നമ്മുടെ സർവീസ് ആണ്. അത് നമ്മളുടെ എല്ലാ റെഫറൽ ക്ലയൻസും നമ്മുടെ എല്ലാ ക്ലയൻസിനോട് ചോദിച്ചാലും എൻഡ് ടു എൻഡ് നമ്മളുടെ ടീം അവിടെ ഉണ്ടാവും. നമ്മളിപ്പോ നമ്മളെ സ്ട്രക്ചറും സ്റ്റാഫുകളും എല്ലാം അടക്കം നമുക്കൊരു 10 ഇവന്റ് ചെയ്യാനുള്ള ടീം ഉണ്ടെങ്കിൽ പോലും നമ്മളൊരു 3 ഇവന്റിൽ കൂടുതൽ ചെയ്യാറില്ല. ആ 3 ഇവന്റിലും മാക്സിമം ഞാൻ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നമ്മളുടെ മാനേജേഴ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ ഹോസ്റ്റേഴ്സ്, നമ്മൾ ഹോസ്റ്റിംഗ് ഗേൾസ് ഓർ സംതിങ് അവരുണ്ടാവും. എല്ലാം ഉണ്ടെങ്കിലും മാക്സിമം ആ 3 ഇവന്റിലും ഞാൻ കൂടുതലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കും. അത് എൻ്റെ എനിക്ക് പോണം. കാരണം ആ സമയം ഞാൻ മുമ്പ് പറഞ്ഞ പോയിന്റ് ആണ്, ആ സമയത്ത് ക്ലയന്റ് എല്ലാം നന്നായിട്ടുണ്ട് എന്ന് പറയുന്ന വേർഡ് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാൻ പോവാ. പക്ഷെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രാവലാണ്. ഇപ്പൊ എനിക്ക് ഒന്ന് തമിഴ്നാട്ടിലാണെങ്കിൽ ഇപ്പോ നെക്സ്റ്റ് വരാൻ പോകുന്ന കണ്ണൂരാണ്. അപ്പൊ ഈ ഒരു ട്രാവൽ ഡിസ്റ്റൻസ് ആണ് ഒരു പ്രശ്നമുള്ളത്. ബട്ട് എന്നാലും ഞാൻ കൂടുതലും പോവാറുണ്ട്. അതാണ് ഏറ്റവും ഒരു ഹൈലൈറ്റ് ലക്ഷ്യം എടുക്കാൻ കാരണം. സർവീസ് ആണ്, നമ്മൾ കൊടുക്കുന്ന സർവീസ് ആണ് ഞാൻ കണ്ടിട്ടുള്ളത്. കൂടുതൽ ക്ലയൻസും നമുക്ക് തന്നിട്ടുള്ള ഫീഡ്ബാക്കും നിങ്ങളുടെ സർവീസിനാണ് തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ഒരു ക്ലയന്റിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് കൂടുതലും ഞാൻ മീറ്റിംഗ്സ് ആണ് ചോദിക്കുക. എനിക്ക് ഓൺലൈൻ മീറ്റിംഗ്സിനേക്കാൾ കൂടുതൽ ഇരുന്ന് സംസാരിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. നേരിട്ട് നമ്മൾ കണ്ട് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി ക്ലയന്റ് റിക്വയർമെന്റ്സ് എന്താണ്, ക്ലയന്റ് ഡീറ്റെയിൽസ് എന്താണ്, അവർക്ക് എന്താ വേണ്ടത് എന്നുള്ള എല്ലാം അറിയാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ക്ലയൻസിനെ കൂടുതൽ കൊടുക്കാറ്. ഇപ്പൊ ഈ വെഡിങ്സിന് ഏറ്റവും കൂടുതൽ ഫണ്ട് ഇപ്പം നമ്മൾ കേൾവിയല്ല, എനിക്ക് സത്യമാണോന്ന് അറിയില്ല. അപ്പൊ ഒരു കമ്പനി തന്നെ എന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ ഞാൻ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ഫണ്ട് ഇറക്കുന്ന കേരളക്കാരാണെന്ന് കേട്ടിട്ടുണ്ട്. അത് സത്യമാണോ? ഞാൻ കണ്ടത് നോർത്ത് സൈഡാണ്. അപ്പൊ കള്ളാണല്ലേ? ഓക്കെ. ഞാൻ കണ്ടിട്ടുള്ളത് നമുക്ക് ഇതുവരെ എന്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്, മറ്റുള്ളവരെ എനിക്ക് അറിയില്ല. എന്റെ എക്സ്പീരിയൻസ് നമുക്ക് കൂടുതൽ ബില്ലും ബഡ്ജറ്റും എല്ലാം വന്നിട്ടുള്ളത് നോർത്ത് സൈഡ് ആണ്. കാരണം അവർക്ക് ഒരുപാട് റിച്വൽസും ഒരുപാട് ദിവസത്തെ 1 വീക്ക് 2 വീക്സ് ആണ് അവരുടെ ഒരു ഫംഗ്ഷൻ പോവുക. അപ്പൊ എല്ലാം കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടിയുടെ വീട്ടിൽ വെഡിങ് നടത്തുന്നു, പയ്യന്റെ വീട്ടിൽ റിസപ്ഷൻ, ഇത്രേ വരുന്നുള്ളൂ. ഇപ്പോഴാണ് കുറച്ചൊക്കെ മാറി തുടങ്ങിയത്, സംഗീത്, മെഹന്തി, ഹൽദി ഒക്കെ വന്നിട്ടുള്ളത്. ബട്ട് ബില്ലിങ്ങും മറ്റുള്ള ഒരുപാട് എക്സ്പെൻസ് ചെയ്യുന്നത് നോർത്ത് സൈഡിലേക്കാണ് കൂടുതൽ. ശരിക്കും ലക്ഷ്യനെ എല്ലാ കാറ്റഗറിയിലുള്ള ഫാമിലിക്കും അഫോർഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും കേട്ടല്ലോ. റീസൺ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും വെഡിങ്ങിന് ഒരു ബഡ്ജറ്റ് ഉണ്ടാവണം. ഫസ്റ്റ് ഞാൻ പറയുന്ന ഒരു പോയിന്റ് അതാണ്. പണ്ടൊക്കെ ഒരുപാട് ലോൺ എടുത്ത് ഒരു വീട്ടിലൊരു കല്യാണം നടത്തി കഴിഞ്ഞാൽ തന്നെ ലൈഫ് ലോങ് ആ ബാധ്യതയാണ്. ഒരു വീട് വാങ്ങുന്ന പോലത്തെ ഒരു കല്യാണം, ഈ 2 കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലി മുഴുവൻ കടബാധ്യതയിലേക്ക് മാറുകയാണ്. അപ്പൊ മെയിൻലി ആ പോയിന്റ് ഉണ്ടാവരുത്. ഒരു വെഡിങ്ങിന് എന്താണോ അത്യാവശ്യ കാര്യങ്ങൾ ഫസ്റ്റ് സ്പെൻഡ് ചെയ്യേണ്ട അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമാണ്. ആഡംബരത്തിന് സ്പെൻഡ് ചെയ്യരുത് എന്ന് ഞാൻ പറയാറുള്ളൂ. ചിലവർക്ക് ആഗ്രഹങ്ങളുണ്ട്, അതിനനുസരിച്ച് സ്പെൻഡ് ചെയ്യാനുള്ള ബാക്കപ്പ് ഉണ്ടെങ്കിൽ ചെയ്യാം, അല്ലാതെ അങ്ങനെ ഇല്ല. ബട്ട് എന്റെ വെഡിങ് നല്ല രീതിക്ക് നടക്കണം, അത്യാവശ്യമുള്ള കാര്യങ്ങളായിരിക്കണം, അത് എലഗന്റ് ആയിരിക്കണം. ഇതാണ് എന്റെ ബഡ്ജറ്റ്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. നമ്മൾ തരുന്ന ബഡ്ജറ്റില് ലക്ഷ്യ വെഡിങ് പ്ലാനേഴ്സിന് ചെയ്യാൻ പറ്റും. അതിന് ഒരു രൂപ കൂടുകയോ കുറയോ, അതായത് നമ്മൾ ക്ലിയർ ആയിട്ട് പറയും നമ്മുടെ ബഡ്ജറ്റിൽ ഇതൊക്കെയാണ് വരുന്നത്, നമ്മുടെ കൊട്ടേഷൻസ് അതുപോലെയാണ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് മെൻഷൻ ചെയ്ത് നമ്മൾ അത് പറഞ്ഞതിന് ശേഷം ബില്ല് ചെയ്യുള്ളൂ. നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം. പിന്നെ അതിന് ചില കാര്യങ്ങൾ ആഡ് ഓൺസ് വരും. അതായത് സ്പോട്ടിൽ ചില കാര്യങ്ങൾ അവർക്ക് വേണമെന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള ആഡ് ഓൺസ് വന്നിട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആരാണോ, ആ വെഡിങ്ങിന്റെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആരാണോ അവരോട് നമ്മൾ കൺഫർമേഷൻ വാങ്ങിയിട്ടാണ് ആ കാര്യം ചെയ്യുക. അപ്പൊ ബഡ്ജറ്റിൽ ഇന്ന എമൗണ്ട് എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതിന് ശേഷമാണ്
ഇത് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ അവരോട് കൺവേ ചെയ്യും. ഓക്കെ ഓക്കെ. ഇപ്പൊ 16 years ആയി ലക്ഷ്യ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനി വരുന്ന ഇനിയും 20+ 50+ ഒക്കെ ഇയേഴ്സ് പോകുമ്പോൾ എന്താണ് നിങ്ങളുടെ വിഷൻ എന്താണ്, അല്ലെങ്കിൽ ഇനി ലക്ഷ്യം എവിടെയാണ് എത്തി നിൽക്കേണ്ടത്, അത് എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് ആക്ച്വലി ഒരുപാട് രാജ്യങ്ങളിൽ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു എയിം. ഇന്ത്യയിലും, അതായത് എപ്പോഴും ബിസി ആയിരിക്കണം എന്നുള്ളതല്ല, ബട്ട് എല്ലാ രാജ്യങ്ങളിലും നമ്മളുടെ മാക്സിമം നമ്മളെ കൊണ്ട് എത്തിപ്പെടാൻ പറ്റുന്ന രാജ്യങ്ങളിൽ ചെയ്യണം എന്നുള്ളൊരു പോയിന്റ്. ദുബായിൽ ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ഒരു 3 to 4 months മുമ്പ് നമ്മൾ ചെയ്തിരുന്നു. നെക്സ്റ്റ് 3 months കുവൈറ്റിൽ നമ്മൾ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇതൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ കുഴപ്പമില്ലാതെ പോകും. അതെ, ഇനി ഓരോ രാജ്യങ്ങളിലും നമ്മുടെ ഓഫീസ് അല്ലേ, അതെങ്കിലും ഉണ്ടാവണം. മറ്റുള്ള തിരക്കും കാര്യങ്ങളില്ലെങ്കിൽ കുറവാണെങ്കിലും, ബട്ട് അവിടെ നമ്മളുടെ ഒരു ഓഫീസായിട്ട് അവിടെ ഉണ്ട് എന്നുള്ളൊരു കാര്യമെങ്കിലും നമുക്ക് ഉണ്ടാവണം എന്നുള്ളൊരു പോയിന്റ് ആണ്. ഇപ്പൊ യൂഷ്വലി ഞാൻ ഇവന്റ് ഓണേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഫൗണ്ടേഴ്സ് ആയിട്ട് സംസാരിക്കുമ്പോൾ അവരെല്ലാവരും ക്വാണ്ടിറ്റിയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ സീസൺ, ഇപ്പൊ ഇനിയിപ്പോ അപ്കമിങ് ഇപ്പം കർക്കിടകം കഴിഞ്ഞാൽ പിന്നെ സീസൺ ടൈമാണ്, വെഡിങ്സിന്റെ എന്താ പറയാ ഒരു ചാകരയായിരിക്കും. അപ്പം എല്ലാരും നോക്കുന്നത് ക്വാണ്ടിറ്റിയാണ്. ഇന്നുണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസം ഗ്യാപ്പിൽ അടുത്തുണ്ടോ, ആ ഒരു ക്വാണ്ടിറ്റിയാണ്. ഈ സീസണിൽ എത്ര ഇത് ചെയ്തു. ലക്ഷ്യം എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്, ക്വാണ്ടിറ്റിയിലാണോ അതോ ക്വാളിറ്റിയിലാണോ? ക്വാളിറ്റി തന്നെയാണ്. ഞാൻ ഒരിക്കലും നമ്മുടെ സ്റ്റാഫിനോട് അല്ലെങ്കിൽ നമ്മളുടെ ടീം മെമ്പേഴ്സ് ആരോടും നമ്മുടെ കമ്പനി ഒരിക്കലും ടാർഗറ്റ് ഇല്ല, ഇത്ര നിങ്ങൾ ചെയ്യണം എന്നുള്ള ടാർഗറ്റ് ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. അവരോട് പറയും, അതായത് ഒരു ക്ലയന്റിനെ മാക്സിമം ഹാപ്പി ആക്കുക. ബഡ്ജറ്റ് എന്താണ് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ വർക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള സാലറി മറ്റുള്ള കാര്യങ്ങൾ ഇൻസെന്റീവ്സ് എല്ലാം വരുന്നുണ്ട്. ക്ലയന്റിന്റെ ബഡ്ജറ്റ് നിങ്ങൾക്ക് ഒരിക്കലും അറിയേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ എന്താണോ നല്ല ക്വാളിറ്റി കൊടുക്കാൻ പറ്റും അത് കൊടുക്കുക, ആ ഒരു ഔട്ട്പുട്ട് കൊടുക്കുക. എത്ര വർക്ക് ഉണ്ടോ, നിങ്ങൾക്ക് ഒരു മാസം വർക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അത് നോക്കണ്ട എന്നുള്ള പോയിന്റ് ഞാൻ എപ്പോഴും സ്റ്റാഫിനോട് പറയും. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിപ്പോ 10 വർക്ക് വരെ ചെയ്യാനുള്ള ടീമും വണ്ടികളായിക്കോട്ടെ ഗോഡൌൺസ് ആയിക്കോട്ടെ ഇതെല്ലാം റെഡിയാണ്. പക്ഷെ ഒരു 3 ഇവന്റ് മാക്സിമം 3 to 4 മാക്സിമം എടുത്ത് ചെയ്യാറുള്ളൂ. കാരണം നമ്മളുടെ ടീം എല്ലാവരുടെയും ഉണ്ടാവണം, അവർ കൊടുക്കാൻ പറ്റും നല്ല സർവീസ് ക്ലയന്റിന് കൊടുക്കാൻ പറ്റണം എന്നുള്ളൊരു പോയിന്റ് എനിക്ക് എപ്പോഴും ഭയങ്കര വാല്യൂബിൾ ആണ്. അത് ഭയങ്കര ഒരു അല്ലെ, 3 to 4 എന്ന് പറയുമ്പോ അത്രയും നിങ്ങൾ എഫേർട്ട് എടുത്ത് ചെയ്യുന്ന പോലെ ആ ഒരു ടൈം ഓരോ ഇവന്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ലാതെ നമ്മളിപ്പോ ഞാൻ കേരളത്തിൽ ഇന്ന സ്ഥലത്ത് മാത്രം ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, എത്ര ഇവന്റ്സ് വേണമെങ്കിൽ ചെയ്യാം, നമ്മളുടെ വണ്ടികൾ തന്നെ പോയിട്ട് വന്നാൽ മതി എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. പക്ഷെ നമ്മളുടെ അങ്ങനെയല്ല, ഒരെണ്ണം തമിഴ്നാട്ടിലാണെങ്കിൽ ഒരെണ്ണം കേരളത്തിലാണ്, വേറൊരെണ്ണം ചിലപ്പോൾ കൂർഗിലായിരിക്കും. അപ്പൊ അറ്റ് എ ടൈം എല്ലാവിടേക്കും വണ്ടികൾ എത്തണം, എല്ലാവിടേക്കും വേറെ വേറെ ടീം പോകണം, വേറെ വേറെ മാനേജേഴ്സ് പോകണം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതാണ് പറഞ്ഞത്, എല്ലാവിടെയും പോയി ചെയ്യാനുള്ള ഒരു 10 ഇവന്റ് വരെ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസും എല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും 3 to 4 ഇവന്റ് വരെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. ഓൾ കേരള അല്ല, ഓൾ ഇന്ത്യ ആണ് ഇവരിപ്പോ പറഞ്ഞതല്ലേ. കേരളത്തിൽ പറ്റുന്നത് എനിക്കൊന്ന് കേരളത്തിലാണെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നു ക്വാണ്ടിറ്റി ചെയ്യാം. ഇപ്പൊ ട്രിവാൻഡ്രം കൊച്ചി അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റി തന്നെയാണ് ചെയ്യേണ്ടത്, ഒരിക്കലും അത് അല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഇതൊരു എക്സ്പാൻഡ് ചെയ്തിരിക്കുന്ന ബ്രാൻഡ് ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ പല പല സ്ഥലത്തായതുകൊണ്ട് ഇതിൽ ക്വാണ്ടിറ്റി ഞാൻ കൂടുതലാക്കി എനിക്ക് ഒരുപാട് വരുമാനം വരുന്നു എന്നുള്ള പോയിന്റിലല്ല ഞാൻ നിൽക്കുന്നത്. ഞാൻ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോയി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ കൂടുതൽ കണക്ഷൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഫോക്കസ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ ഈ 16 വർഷമായി, 18ാം വയസ്സിൽ തുടങ്ങി, ഇത്രയും ഇയേഴ്സ് ആയിട്ട് ഇവന്റ് ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യുന്നു, ഒരുപാട് ആൾക്കാരെ കാണുന്നു, എല്ലാരെയും ഹാപ്പി ആക്കുന്നു. യുവർ പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പോഴത്തേന് എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്, വർക്ക് ലൈഫ് ആൻഡ് യുവർ പേഴ്സണൽ ലൈഫ്? മാരീഡ് അല്ല, അത് തന്നെ ഒരു ബാലൻസ് ആയിട്ടാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് മറ്റുള്ള വീട്ടിലെ ടെൻഷൻസും ബാക്കി കാര്യങ്ങളൊന്നും. ലക്ഷ്യ ചെയ്തേക്കുന്ന ഒരു ഹൈ കോസ്റ്റ് വെഡിങ് ഏതാണ്? ഏറ്റവും ഇത്രയും 16 വർഷത്തിൽ ഏറ്റവും കോസ്റ്റ് ആയിട്ടുള്ള, ദാറ്റ് മീൻസ് ഏറ്റവും കൂടുതൽ അത്രയും ലക്ഷറി ഒരു വെഡിങ് ചെയ്തേക്കുന്ന ഏതാണ്? കോയമ്പത്തൂർ കൊഡീഷ്യ എന്ന് പറഞ്ഞൊരു ഒരു വെന്യൂ ഉണ്ട്. അവിടെ 8 ഹോൾ എന്തോ ആണ്, ആക്ച്വലി 8 ഹോളാണ് മൊത്തം. നമ്മുടെ കോയമ്പത്തൂർ എയർപോർട്ടിന്റെ അടുത്തായിട്ടാണ് വരിക. ആ 8 ഹോളും ഒരു ക്ലയന്റ് ബുക്ക് ചെയ്തിരുന്നു. അങ്ങനത്തെ വെഡിങ്സ് നടക്കാറുണ്ട് അവിടെ, പക്ഷെ ഭയങ്കര റെയർ ആണ്. ഏകദേശം ഒരു 48,000 മെമ്പേഴ്സിന്റെ ഫംഗ്ഷൻ ആയിരുന്നു അത്. 48,000 പേരുടെ ഫംഗ്ഷൻ ആയിരുന്നു. MLAസും അവിടെ CM ആ സമയത്ത് സ്റ്റാലിൻ സാർ ആയിരുന്നു, അവര് അങ്ങനെ എല്ലാവരും വന്നിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരുന്നു. ആ 8 ഹോളും ഒരേപോലെ. കാരണം അവിടെ
തറയില്ല, വെറും സിമെന്റ് തറയാണ്. ആ ഒരു ഹോൾ അങ്ങനെയാണ്, സിമെന്റ് തറയാണ്. സൈഡിലെ വാളൊക്കെ ഭയങ്കര മോശമാണ്. എല്ലാവരും ആരവിടെ ആ ഒരു കൊടീഷ്യ എന്നുള്ള മണ്ഡപം എടുത്ത് വെഡിങ് ചെയ്യുകയാണെങ്കിലും മുഴുവൻ കാർപ്പറ്റ് ചെയ്യണം, സൈഡ് വാൾ ഫുൾ ആയിട്ട് ചെയ്യണം, സീലിംഗ് ഫുൾ ആയിട്ട് ചെയ്യണം. ഇത് ഡെക്കറേറ്ററുടെ വർക്ക് ആണ്. അവിടെ ഉള്ളത് AC ഉണ്ട് മുകളില്, അത് മാത്രമേ ഉള്ളൂ. ബട്ട് അത്രയും വലിയ ഹോളാണ്. വണ്ടികൾ ഉള്ളിൽ പോയിട്ടാണ് നമുക്ക് ഓരോ സ്ഥലത്ത് മെറ്റീരിയൽസ് ഇറക്കുക. അത്രയും വലിയ ഹോളാണത്. കാരണം എക്സിബിഷൻസും ഇതെല്ലാം നടക്കുന്ന ഒരു സ്പേസ് ആണ്. അപ്പൊ അവിടെ ഒരു അത്യാവശ്യം ഒരു 48,000 മെമ്പേഴ്സിന്റെ ഒരു വെഡിങ് ചെയ്തത്. അതായിരുന്നു ഒരു ഹൈ ബഡ്ജറ്റ് കോസ്റ്റ് ഇതുവരെ നിലവില് അല്ലേ? നിലവില് ഈ 48,000 ഉള്ള ഒരു അത്രയും ഗസ്റ്റുകൾ വരുന്ന ഫംഗ്ഷനിൽ എത്ര ബാക്കപ്പ് വേണം? ലക്ഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്ര സ്റ്റാഫ് അതിൽ വേണം? കാരണം കുറെ പേര് ഇവന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഗുണമായിരിക്കും. ഇപ്പൊ ഇത്രയും എമൗണ്ട് ഓഫ് ഗസ്റ്റുകൾ കൂടുമ്പോൾ നമുക്ക് നോർമലി ഉള്ള ഒരു പാക്കേജ് പോരാ അല്ലെ, നമ്മുടെ ഒരു സ്ട്രെങ്ത് പോരാ. അപ്പൊ അതിൽ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം? അത്ര ഒരു ബിഗ് ബഡ്ജറ്റ് ഒരു ഇവന്റ് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ലക്ഷ്യ വെഡിങ് ക്യൂറേറ്റേഴ്സ് പ്ലാൻ ചെയ്യുന്നത്? ആക്ച്വലി അവിടെ ബിഗ് ബഡ്ജറ്റിനേക്കാൾ ഞാൻ പറഞ്ഞില്ല 8 ഹോളാണ്. അതിങ്ങനെ മാറി മാറിയില്ല. അത് നടന്നു പോകാൻ തന്നെ ഒരു ഓട്ടോയോ അല്ലെങ്കിൽ ക്യാബോ വേണം. ആ ഓരോ ഹാളിന്റെ ഉള്ളിൽ ഈ സ്ഥലത്ത് അറ്റം വരെ പോണെങ്കിൽ പോലും അത്രയും ദൂരമുണ്ട്. ഒരു ഹാളിന്റെ ഉള്ളിലാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ 8 ഹോളാണ്. അപ്പൊ 8 ഹോളിലും ഓരോ സ്ഥലത്ത് വർക്ക് നടക്കണം. അപ്പൊ ഓരോ സ്ഥലത്ത് അതിന്റെ മറ്റേ എഞ്ചിനീയേഴ്സ് ഉണ്ടാവണം, മാനേജേഴ്സ് ഉണ്ടാവണം, ക്രൂ മെമ്പേഴ്സ് ഉണ്ടാവണം. ഇതെല്ലാം കൂടി I think 1800+ സ്റ്റാഫ് ഉണ്ടായിരുന്നു എല്ലാവരുടെയും കൂടിയിട്ട്. അങ്ങനെയാണ് അത്രയും ഒരു പ്രോഗ്രാം ഒക്കെ വരുമ്പോ 1800 അല്ലെ മിനിമം? അത്രയും അങ്ങനെയില്ല, ആ ഇവന്റ് അത്രയും ആവശ്യം. ഇപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുന്ന ഇപ്പൊ കുറെ പേർക്ക് ഇവന്റ്സിനോട് ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ തന്നെ ഒരുപാട് പേർക്ക് ഇവന്റ് സ്റ്റാർട്ട് ചെയ്താലോ ലൈക്ക് നിലനിൽക്കാൻ പറ്റിയ ഒരുപാട് ഇവന്റ്സുകാരില്ലേ എന്നൊക്കെ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാനുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ടിപ്പ്, ഇനിയിപ്പോ പ്ലാനിങ് ചെയ്യുന്നവരോടൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ 16 വർഷത്തെ ഇത്ര സക്സസ്ഫുൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള അർജുൻ കൊടുക്കാൻ പറ്റിയ ഒരു ടിപ്പ് ഏതാ? ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക. ക്ലയന്റിന് ആവശ്യമുള്ള കാര്യങ്ങൾ എത്ര എഫേർട്ട് ഇട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കേ, അതാണ് 2 പോയിന്റാണ് എന്റെ മെയിൻ. ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക, ക്ലയന്റിന് എന്താണോ ആവശ്യം, എന്താണോ നമ്മൾ എത്ര എഫേർട്ട് വേണമെങ്കിലും ഇട്ട്, ഉറക്കം ഉണ്ടാവില്ല, ഭക്ഷണം ഉണ്ടാവില്ല, എത്ര എഫേർട്ട് വേണമെങ്കിലും ഇട്ട് ക്ലയന്റിന് എന്താണോ വേണ്ടത് അത് ചെയ്തു കൊടുക്കാൻ നമ്മൾ റെഡി ആയിരിക്കുക. ഓൺ ടൈം ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. അത് സ്ട്രെസ് കുറച്ച്, സ്ട്രെസ് ആലോചിക്കാതെ അതിന്റെ മുകളിലേക്ക് കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് നടത്താൻ ഉള്ള സ്ട്രെസ് ഉണ്ടാവും, അത് ഏറ്റെടുക്കാൻ റെഡി ആവുക. കറന്റ് സിനാറിയോയിൽ ഇപ്പൊ 2026 എത്തി നിൽക്കാൻ ഇറ്റ്സ് വെരി ഈസി ടു സ്റ്റാർട്ട് ഒരു ഇവന്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ ഈസി ആണോ? എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ ബിസിനസ്സും അങ്ങനെ തന്നെയാണ്. ഞാൻ ഇന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്തെന്ന് പറയാം, ബട്ട് അതിന്റെ ഉള്ളിലേക്ക് വരുമ്പോഴുള്ള ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അത്രേ ഉള്ളൂ. ബട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരിക്കലും ഒരു വെഡിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരിക്കലും നിന്നു പോകുന്ന ഒരു ഇൻഡസ്ട്രി അല്ല. അത് റണ്ണിങ് ആണ് ഒരിക്കലും. അതുകൊണ്ട് ഒരാളും ഇത് ചെയ്യരുതെന്നൊന്നും പറയാൻ പറ്റില്ല. ആർക്കാണ് ഇൻട്രസ്റ്റ് അത് ചെയ്യാം. അതിനെപ്പറ്റി ഒന്ന് പഠിക്കാൻ നോക്കുക. ദെൻ ഈ പറഞ്ഞ ഒരാളുടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ നോക്കുക. അപ്പൊ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും. അതാണ് എപ്പോഴും ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു കാര്യം. ഒരാൾ എന്നെ വിശ്വസിക്കാൻ റെഡി ആയാൽ അവിടെ എന്ത് നടക്കും എന്നുള്ളൊരു പോയിന്റ്. സ്റ്റെബിലിറ്റി ഒന്ന് നിലനിൽക്കണമെങ്കിൽ ആ ഒരു സംഭവം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ട്രസ്റ്റ് വേണം. ഓക്കെ, എനിക്ക് തോന്നുന്നു അർജുൻ സാർ എപ്പോഴും പറയുന്ന ഈ ഒരു എൻഡിൽ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് ട്രസ്റ്റ്. അത് ആക്ച്വലി എനിക്ക് ഫസ്റ്റ് ക്ലയന്റ് തന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതെനിക്ക് അത് മേ ബി ഞാൻ എത്ര കാലം ഈ ബിസിനസ് ചെയ്യുന്നു അതുവരെ ഉണ്ടാവും. ഓക്കെ, ക്വിക്ക് ആയിട്ട് ഞാൻ ഒരു റാപ്പിഡ് ഫയറിലേക്ക് കൊണ്ടുപോവാണേ. ഓക്കെ, ബിഗ്ഗസ്റ്റ് വെഡിങ് ട്രെൻഡ് ഇൻ 2026? ഇന്റിമേറ്റ് വെഡിങ്സ്. അതെ, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ 2026 തുടങ്ങുമ്പോൾ അല്ലേ ഫുൾ ഈ ഇന്റിമേറ്റ് വെഡിങ്സിനെ കുറെ പേര് രജിസ്റ്റർ മാരേജ് ഓഫീസിൽ വെഡിങ് ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ ഒരു ഇവന്റ് കമ്പനി ഓണർ എന്ന നിലയിൽ സങ്കടം വരാറുണ്ടോ? സങ്കടം വന്നിട്ട് കാര്യമില്ലല്ലോ. ആൾക്കാരൊക്കെ ഇനി എല്ലാരും ഇങ്ങനെ വിചാരിച്ച് ഇനി ഒരു രജിസ്റ്റർ മാരേജ് ഒരു സ്മോൾ കല്യാണം ആക്കോ എപ്പോഴെങ്കിലും അങ്ങനെ ടെൻഷൻ? അവിടെ ഉള്ള ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ ജസ്റ്റ് രജിസ്റ്റർ മാരേജ് ആണെങ്കിൽ പോലും ഒരു കോക്ടെയിൽ പാർട്ടി ഫ്രണ്ട്സിനെങ്കിലും അവർ ചെയ്യും. അതിപ്പോ ആരായാലും അവിടെയും ഒരു വെഡിങ് പ്ലാനർക്കോ അല്ലെങ്കിൽ ഒരു ഇവന്റ് പ്ലാനർക്കോ വർക്ക് ഉണ്ട്. അതുകൊണ്ട് അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമില്ല. ഓക്കെ, എങ്ങനെയെങ്കിലും ഒന്ന് ബാധിപ്പിക്കാൻ നോക്കുമ്പോ നൈസായിട്ട്. ഓക്കെ, മോസ്റ്റ് ഇമോഷണൽ വെഡിങ് മൊമെന്റ് ഇൻ തമിഴ്നാട്? അതാരുടെയായിരുന്നു? എല്ലാ വെഡിങ്സും. കാരണം
തമിഴ്നാട്ടിലെ ട്രഡീഷൻസ് ഭയങ്കര കൂടുതലാണ് ഒന്ന്. രണ്ടാമത്തെ പോയിന്റ്, അവിടെ ഒരു ക്ലയന്റിന് ഇമോഷണലി ഭയങ്കര വീക്കായിരിക്കും. പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ഇറങ്ങി പോകുന്ന ഒരു പോയിന്റ് നമ്മുടെ നാട്ടിലുണ്ട്, ഞാൻ ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ തമിഴ്നാട്ടിൽ കുറച്ചുകൂടി കൂടുതലാണ്. മാക്സിമം തമിഴ്നാട് വെഡിങ്സിന്റെ ഫോട്ടോ ആൻഡ് വീഡിയോ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അവർ കരയുന്ന ഒരു പോയിന്റ് ആയിരിക്കും ആ വീഡിയോയിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുണ്ടാവും. അത് കേരളത്തിനേക്കാൾ കൂടുതൽ എനിക്ക് ഫീൽ ആയിട്ടുള്ള തമിഴ്നാട്ടിലാണ്. എല്ലാ കല്യാണത്തിനും ഭയങ്കര ഇമോഷണൽ മൊമെന്റ് ആയിരുന്നു. ഓക്കെ, ഒരു ബിഗ്ഗസ്റ്റ് ഇപ്പൊ പ്ലാൻ, ഇപ്പൊ നാളെ ഒരു വെഡിങ് പ്ലാൻ നടക്കാന്ന് വിചാരിച്ചു, അപ്പൊ രാത്രി കിടക്കുമ്പോ എന്തൊക്കെയായിരിക്കും ഒരു സ്വപ്നത്തിൽ വരുന്നു പോകുന്നത്? ഇപ്പൊ നമുക്ക് നാളെ എക്സാം ആണെന്നറിയുമ്പോ നമുക്ക് പല പല ചിന്തകൾ വരും. അപ്പൊ അതുപോലെ എങ്ങനെയാണ് നാളെ ഒരു ഇവന്റ് ആണ്, ഇവന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോണം, അപ്പൊ എന്തൊക്കെയായിരിക്കും ഒരു എന്താ പറയുക, ദുസ്വപ്നോ എന്താ അത് ഞാൻ ഉപയോഗിക്കുന്നില്ല, നൈറ്റ് മെയർ ആയിട്ട് വരുന്നത് എന്തായിരിക്കും? എനിക്കത് എല്ലാ ടൈമിലും ഉണ്ടാവും. എനിക്ക് ആ ഇവന്റ് ക്ലയന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ പ്രൊഡക്ഷൻ തീരുന്ന ഒരു പോയിന്റ് ഉണ്ട്, അതുവരെ എനിക്ക് ആ ഒരു പേടി ഉണ്ടാവും. ഞാൻ പിള്ളേരെ ഭയങ്കര ഹറിബറി ചെയ്തുകൊണ്ടേയിരിക്കും. എനിക്ക് രാത്രി ഉറക്കം ഉണ്ടെങ്കിൽ പോലും ആ ഉറക്കത്തിലും എന്റെ മൈൻഡ് അവിടെയായിരിക്കും. എനിക്ക് അതായത് ക്ലയന്റിന്റെ അടുത്ത് ഇത്ര മണിക്ക് ഞാൻ ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും, ആ ടൈമിൽ എനിക്ക് ഡെലിവറി ചെയ്തിരിക്കണം. എല്ലാവരുടെയും ചിലപ്പോൾ കുറച്ച് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം, ബട്ട് മാക്സിമം ടൈം അത് കീപ്പ് ചെയ്യാൻ നോക്കാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാ ഇവന്റിന്റെയും തലേദിവസം ഒരു നൈറ്റ് മെയർ തന്നെയായിരിക്കും അല്ലേ എപ്പോഴും? അതെ. വൺ തിങ് കപ്പിൾസ് ഓവർ സ്പെൻഡ് ഓൺ, ഏതിലായിരിക്കും കപ്പിൾസ് ഏറ്റവും കൂടുതൽ ഓവർ സ്പെൻഡ് ചെയ്യുന്നത്, നോട്ട് ചെയ്തേക്കുന്നത്? കപ്പിൾസ് സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ വെഡിങ് ഇൻഡസ്ട്രിയിലാണ്. വെഡിങ് ഇൻഡസ്ട്രിയിൽ കപ്പിൾസ് ഓവർ സ്പെൻഡ് ഒരു സാധനത്തിൽ ഓവർ സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നത് എന്തായിരിക്കും? ഓപ്പൺ ആയിട്ട് പറയണേ, ഡിപ്ലോമാറ്റിക് ആൻസർ പറ്റില്ല. ഫോട്ടോഗ്രാഫി. മേക്കപ്പോ? മേക്കപ്പ് ഉണ്ട്, ഇല്ല. പക്ഷെ അത് ആക്ച്വലി ഒരു ഗ്രൂമിനെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒരു ഗ്രൂമിന് വലിയ എക്സ്പെക്ടേഷൻസോ അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ വേണമെന്നോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരു ബ്രൈഡ് അങ്ങനെയല്ല. ബ്രൈഡിന് മേക്കപ്പും അവരുടെ സാരി എല്ലാ കാര്യങ്ങളും ചെരുപ്പും മുതൽ എല്ലാ കാര്യങ്ങളും എക്സ്പെൻസീവ് എന്നുള്ളതല്ല. ഒരു ഡെക്കർ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ബ്രൈഡിന്റെ കോസ്റ്റ്യൂം വെച്ചിട്ടാണ്. ഒരിക്കലും ഗ്രൂമിന്റെ കോസ്റ്റ്യൂമോ ഗ്രൂമിന്റെ ഒന്നും നോക്കിയിട്ട് ഒന്നും ചെയ്യില്ല, ശരിയല്ലേ? എല്ലാം നോക്കുന്നത് ബ്രൈഡിന് എന്താണോ വേണ്ടത്, അതാണ് മെയിൻ പോയിന്റ്. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് നമ്മളൊരു കളർ ചൂസ് ചെയ്യുകയാണെങ്കിൽ പോലും ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബ്രൈഡിന്റെ കോസ്റ്റ്യൂം എന്താണോ അത് വെച്ചിട്ട് ബാക്കി എല്ലാം നടക്കുള്ളൂ. അതുകൊണ്ട് ഫസ്റ്റ് ബ്രൈഡിന്റെ കോസ്റ്റ്യൂം എടുക്കാം. അല്ലെങ്കിൽ എല്ലാ ഗ്രൂംസും ഞാൻ പറയാം, ബ്രൈഡിനോട് ചോദിച്ചോളൂ, അല്ലെങ്കിൽ ബ്രൈഡിനോട് സജഷൻ എടുത്തോളൂ. ഗ്രൂംസിന് വലിയ ഇതൊന്നും ഇല്ല, അവർക്ക് എന്താ ഉള്ളത്, കുറച്ച് സൂട്ടിന്റെ കുറച്ച് കളേഴ്സ് ഉണ്ടാവും മേ ബി, അതും ബ്രൈഡ് എന്താണോ ഇടുന്നത് അതിന് മാച്ചിങ് ആയിട്ട് ഇടാം, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഇത് ഇടണം നീ ഇതിടണം എന്ന് പറയാൻ പറ്റില്ല. ഒരു ബ്രൈഡാണ് മെയിൻ. അപ്പൊ പറഞ്ഞു വരുന്നത് കല്യാണം തന്നെ കണ്ടുപിടിച്ചത് പെൺകുട്ടികൾക്ക് വേണ്ടിയാണ്. ഓക്കെ, വൺ വെഡിങ് ട്രഡീഷൻ യു ലവ്, ഏത് വെഡിങ് ട്രഡീഷൻ ആണ്? വൺ വെഡിങ് ട്രഡീഷൻ യു ലവ്. എനിക്ക് ഇഷ്ടം, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തമിഴ്നാട് വെഡിങ് അവരുടെ ട്രഡീഷൻസ് ഭയങ്കര അത് ഓരോ കാസ്റ്റിനനുസരിച്ച് അവരുടെ ട്രഡീഷൻസ് മാറും. അങ്ങനെ ഒരുപാട് ഇതുണ്ട്. അല്ലാതെ നമ്മളുടെ ഇവിടത്തെ പോലെ ഒരു കേരളത്തിൽ വലിയ ഒരുപാട് വ്യത്യാസങ്ങളില്ല, ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, ഒരുപാട് വ്യത്യാസങ്ങളില്ല. കാരണം താലം സെറ്റിങ്സ് ആയിക്കോട്ടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ഒരുപാട് ചേഞ്ചസ് ഇല്ല. ബട്ട് തമിഴ്നാട്ടിൽ അങ്ങനെയല്ല, ഓരോ കാസ്റ്റിനനുസരിച്ച് ഒരുപാട് ട്രഡീഷൻസും അവരുടെ ടൈമിംഗ് അടക്കം മാറും, വെഡിങ്ങിന്റെ ടൈമിംഗ് അടക്കം മാറും. ഓക്കെ, അപ്പൊ തമിഴ്നാട് ട്രഡീഷൻ ആണ്. വൺ വെഡിങ് ട്രെൻഡ് യു വിഷ് വുഡ് ഡിസപ്പിയർ, ഏത് വെഡിങ് ട്രെൻഡ് ആണ് മായായി പോണെന്ന് വിചാരിക്കുന്നത്? അത് വേണമെങ്കിൽ മറ്റേത് പറയാം, രജിസ്റ്റർ മാരേജ്. ഓക്കെ, അതെ, കല്യാണം കുറച്ചുപേരൊക്കെ വിളിച്ചല്ലേ ആഘോഷമായിട്ട് നടത്തുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരുപാട് ആൾക്കാരെ വിളിച്ച് ചെയ്യണം എന്നുള്ളത് ഞാൻ പറയുന്നില്ല. അവർക്ക് അവരുടെ മെമ്മറീസ് ആണ്. അപ്പൊ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ആൾക്കാരെ കൊണ്ട് അവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, മോസ്റ്റ് ഡിമാൻഡിങ് ക്ലയന്റ് എവർ, ബ്രൈഡ് ഓർ ഗ്രൂം? ഓൾവേസ് ബ്രൈഡ്. ഓൾവേസ് ബ്രൈഡ്. ഓക്കെ, എന്തൊക്കെയായിരിക്കും ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന ബ്രൈഡ്? ആക്ച്വലി എല്ലാവർക്കും ബ്രൈഡ്സ് ആണ് കൂടുതൽ എക്സ്പെക്ടേഷൻസ്. അവരെ ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ടാസ്ക്. അതെ, ആദ്യം ചെന്ന് റിവ്യൂ ചോദിക്കുന്ന ബ്രൈഡിന്റെ അടുത്താണോ?
ഉറപ്പായിട്ടും അതെ. കാരണം ഗ്രൂമിനോട് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം ടൈം എല്ലാവരും ഓക്കെ നന്നായിട്ടുണ്ട് ഇത് തന്നെയാണ് എല്ലാവരും പറയാ. പക്ഷെ ഒരു ബ്രൈഡാണ് നമ്മൾ ആദ്യം മൂലം അവരോട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് അവസാനം അവര് പറയുന്ന റിവ്യൂ ഉണ്ട്. അവര് പറഞ്ഞിരിക്കും അല്ലെ, ഒറ്റ വാക്കിൽ ഒതുക്കില്ല, കുറെ എക്സ്പ്ലെയിൻ ചെയ്തങ്ങ്. ഓക്കെ, മോസ്റ്റ് ഡിഫിക്കൽട്ട് പാർട്ട് ഓഫ് വെഡിങ് പ്ലാനിങ്. ഒരു വെഡിങ് പ്ലാൻ ചെയ്യുമ്പോൾ ഏറ്റവും ഡിഫിക്കൽട്ട് പാർട്ട് എന്താണ്? ഏത് സ്റ്റെപ്പ് ആയിരിക്കും? വെതർ. കാരണം എപ്പോ വേണമെങ്കിലും മഴയാവാം, എന്ത് വേണമെങ്കിൽ ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ല നമുക്ക്. അതെ, അതായത് ഇപ്പോഴത്തെ കറന്റ് ട്രെൻഡിൽ വന്നിട്ട് മാക്സിമം ഫംഗ്ഷൻസ് എല്ലാം ഓപ്പൺ ആണ്, ഔട്ട്ഡോർ തന്നെയാണ്. അപ്പോ അതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു പ്ലാൻ ബി ഓപ്ഷൻ എപ്പോഴും ഉണ്ടാവും. ബട്ട് എത്ര പ്ലാൻ ബി വെച്ചാലും ഫംഗ്ഷൻ ടൈമിലേക്ക് ഒരു നല്ലൊരു മഴ പെയ്താൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പ്ലാൻ ബി ഇപ്പോ ചിലൊരു ഹോൾ ഉണ്ടാവാം, ചിലപ്പോൾ ഹോൾ ഉണ്ടാവില്ല, ഒരു ഓപ്പൺ വെന്യൂലായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും. അവിടെ പ്ലാൻ ബി ഒന്നുമില്ല. നമ്മൾ ക്ലയന്റിനോട് കൂടുതലും പറയും മഴ വരാൻ, വെതർ നമ്മൾ ചെക്ക് ചെയ്യും, എന്നാലും പറയാൻ പറ്റില്ല. കൂടുതൽ നമ്മൾ ജർമ്മൻ ടെന്റോ അല്ലെങ്കിൽ ട്രാൻസ്പെറന്റ് ടെന്റുകൾ സജസ്റ്റ് ചെയ്യും. ബട്ട് ആവശ്യമില്ലെങ്കിൽ നമ്മൾ തന്നെ പറയും അത് വേണ്ട എന്നുള്ളത്. ഇപ്പൊ മഴയത്തും കല്യാണം കഴിക്കുന്ന ഒരു ട്രെൻഡ് ആണല്ലോ. ഇപ്പൊ ഒരു ഫിലിമിൽ അങ്ങനെ കണ്ടേ, പിന്നെ അങ്ങനെ എന്തെങ്കിലും കല്യാണം മഴയത്ത് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് കഴിച്ചതല്ല, ബട്ട് നടന്നിട്ടുണ്ട്. ഓക്കെ, ദ ഫണ്ണിയസ്റ്റ് വെഡിങ് ഇൻസിഡന്റ് യു ഹാവ് വിറ്റ്നസ്ഡ്. ഒരു ഫണ്ണിയസ്റ്റ് ആയിട്ടുള്ള ഒരു വെഡിങ് ഇൻസിഡന്റ്. ഫണ്ണിയസ്റ്റ് അല്ല ആക്ച്വലി, കേക്ക് താഴെ വീണത്. അതൊരു പോയിന്റ് ഉണ്ടായിരുന്നു. വലിയ കേക്കായിരുന്നോ? 4 ടയർ കേക്ക് ആയിരുന്നു. 4 ഇത് കറക്റ്റായി കൊണ്ടുവന്നോണ്ടിരിക്കുന്നു. നമ്മളുടെ റാമ്പാണ്. റാമ്പില് ആക്ച്വലി ഒരു എസ് ടൈപ്പ് റാമ്പ് പോലെയായിരുന്നു. എസ് ടൈപ്പ് റാമ്പ് ആകുമ്പോൾ അറിയാലോ, കറക്റ്റ് സ്ട്രെയിറ്റ് നടക്കുന്ന സമയത്ത് സൈഡിൽ ഒരു കുഴി ഉണ്ടാവും. ഒരാളുടെ കാലതിൽ തട്ടി അതൊന്ന് വീണു. ബട്ട് എല്ലാവരും അതിനെ ഭയങ്കര ഫണ്ണി ആയിട്ട് എടുത്തു. അത് ഏറ്റവും വലിയൊരു പോയിന്റ് ആയിട്ടുള്ള. ഓക്കെ, ഹൗ മെനി ഫോൺ കോൾസ് ഓൺ എ ആവറേജ് വെഡിങ് ഡേയില് എത്ര ഫോൺ കോൾസ് വരും? ഇപ്പൊ കുറഞ്ഞു. ഇപ്പൊ അല്ല, കുറച്ചു കാലമായിട്ട് കുറഞ്ഞു. കാരണം ടീം അധികം ഈ ഫോണിലേക്ക് കോള് വരത്തില്ല, കുറവാണ്. ഓക്കെ, ദ മോസ്റ്റ് ചലഞ്ചിങ് വെന്യൂ യു ഹാവ് വർക്ക്ഡ് അറ്റ്? ഗോവ. ഓക്കെ, കോസ്റ്റേഴ്സ് ഐലൻഡ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. അവിടെ അങ്ങനത്തെ ഒരു ചലഞ്ചിങ് വരാൻ കാരണം എന്താ? വെതർ തന്നെയാണ്. കാരണം അവിടെ പ്ലാൻ ബി ചെയ്യാനുള്ള ഒരു സ്പേസും ഉണ്ടായിരുന്നില്ല. അപ്പൊ മുഴുവൻ നമ്മൾ വെതർ എല്ലാം ചെക്ക് ചെയ്തു. ബട്ട് ക്ലൈന്റിനോട് നമ്മൾ പറഞ്ഞിരുന്നു ഒരു ബാക്കപ്പിന് വേണ്ടിട്ട് ഒരു ഷെഡിന്റെ കാര്യം പറഞ്ഞിരുന്നു, ഒരു ട്രാൻസ്പെറന്റ് ഷെഡിന്റെ. ബട്ട് കുറച്ചു നേരമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ക്ലൈന്റ് വേണ്ടാന്ന് വെച്ചൊരു പോയിന്റ് ഉണ്ടായിരുന്നു. ബട്ട് നമ്മൾ ഒരിക്കലും ക്ലൈന്റിനെ നമ്മൾ കുറ്റം പറയില്ല. അങ്ങനൊരു അതാണ്. ഓക്കെ, വിയർഡ് റിക്വയർമെന്റ് ഫ്രം കപ്പിൾ. ഇത് കല്യാണത്തിന് ആവശ്യമുണ്ടോ എന്ന കപ്പിളിന്റെ ഒരു സജഷൻ വന്നു. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ തോന്നി, ഇതൊക്കെ കല്യാണത്തിന് ആവശ്യമുണ്ടോ എന്ന് തോന്നിയ ഒരു കല്യാണത്തിന് ആവശ്യമുണ്ടോ എന്നുള്ള പോയിന്റ് വന്നിട്ടില്ല. കാരണം മാക്സിമം കാര്യങ്ങളെല്ലാം വരും. ലാസ്റ്റ് നമ്മള് ഫസ്റ്റ് നൈറ്റ് ബെഡ്റൂം വരെ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ നമുക്ക് അങ്ങനെ വിയേർഡായിട്ടുള്ള റിക്വയർമെന്റ് ഒന്നും ഇതുവരെ ആരും കൊണ്ടുവന്നെത്തിച്ചിട്ടില്ല. ഓക്കെ, ഞാൻ ഇൻസ്റ്റാഗ്രാം ബയോയില് എസ്കേപ്പ് ഫ്രം എക്സ്ക്യൂസസ് എന്ന് പറഞ്ഞ ഇങ്ങനെ ലൈക്ക് കണ്ടു. അതെന്താണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്? മാക്സിമം എക്സ്ക്യൂസ് പറയാതിരിക്കുക, അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കുക എന്നുള്ളൊരു പോയിന്റ് തന്നെയാണ്. എക്സ്ക്യൂസ് പറഞ്ഞ് ഇല്ല എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്നോ അങ്ങനെ എന്തെങ്കിലും ഇത് പറയുന്നതിനേക്കാൾ എനിക്ക് നോ എന്ന് വേണമെങ്കിൽ പറയാം. എക്സ്ക്യൂസ് പറയാതിരിക്കുക കൂടുതലും. അത് ക്ലയൻസിനോട് ആയിക്കോട്ടെ, നമ്മുടെ ലൈഫിലും ആയിക്കോട്ടെ, എക്സ്ക്യൂസ് പറയാൻ മാക്സിമം നോക്കാതിരിക്കുക എന്നുള്ളൊരു പോയിന്റ് അത്രേ ഉള്ളൂ. പേഴ്സണൽ അങ്ങോട്ടേക്കാ ഞാൻ ഓർത്ത് നമ്മൾ വരുന്ന വെഡിങ്സിനോടൊന്നും എക്സ്ക്യൂസ് പറയാതിരിക്കുക. വെഡിങ് എല്ലാ കാര്യത്തിനോടും മാക്സിമം, എപ്പോഴും പറ്റില്ല മേ ബി, മാക്സിമം എക്സ്ക്യൂസ് പറയാതിരിക്കുക. അതാണ് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ കറന്റ് സിനാറിയോയിൽ? ഇപ്പൊ എല്ലാരും സോഷ്യൽ മീഡിയ, ഇപ്പൊ റീൽസിലൂടെ ഒരുപാട് ഡെക്കോർസ് ഭയങ്കര പോപ്പുലർ ആവുന്നുണ്ട്. ഇപ്പൊ ഓരോ ക്ലയന്റ് കാണിക്കുന്ന ഈ റീലിലത്തെ ഈ ഡെക്കോർ പോലെ എന്നൊക്കെ ആയിരിക്കും. അപ്പൊ സോഷ്യൽ മീഡിയ എത്രത്തോളം ഹെൽപ്ഫുൾ ആണ് അല്ലെങ്കിൽ എത്രത്തോളം ഇമ്പാക്ട്ഫുൾ ആണ്? ഫസ്റ്റ് പറഞ്ഞൊരു പോയിന്റ് ആണ്, അതായത് നമുക്ക് റെഫറൻസ് ക്ലയന്റ് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് സോഷ്യൽ മീഡിയ ഒരുപാട് നോക്കേണ്ടി വന്നിട്ടില്ല ഇത്രയും കാലം. നമ്മളിപ്പോ റീസെന്റ് ആണ് സോഷ്യൽ മീഡിയ കാര്യങ്ങളിലെല്ലാം നമ്മുടെ പഴയ ഇവന്റ്സും ബാക്കിയുള്ളതൊക്കെ ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്ത് തുടങ്ങുന്നത്. ബട്ട് ഇപ്പോഴത്തെ സിനാറിയോയില് അതില്ലാതെ പറ്റില്ല. കാരണം ക്ലയൻസ് റെഫറൻസ് എന്തൊക്കെ ആണെങ്കിൽ പോലും
നമ്മളുടെ പേജ്, നമ്മുടെ ഫോളോവേഴ്സ് ഇതൊക്കെ നോക്കിയിട്ട് വെഡിങ്സ് ബുക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. പക്ഷെ ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു പോയിന്റ്, നിങ്ങൾ അങ്ങനെ നോക്കുന്നത്, ഇപ്പൊ ഒരു ഫോട്ടോ ഒരാൾ ഇടുന്നു, അയാൾ ഫിൽറ്റർ ഇടാം. അതുപോലെ തന്നെ ഒരു ഡെക്കർ ഫോട്ടോ, ഒരു സ്റ്റേജിന്റെ ഫോട്ടോ ഇടുന്ന സമയത്ത് അതിനെ എങ്ങനെ വേണമെങ്കിൽ എഡിറ്റ് ചെയ്തിടാം. ഓക്കെ, അപ്പൊ അത് വിശ്വസിച്ച് മാത്രം ഒരു കാര്യം ചെയ്യരുത് എന്നുള്ളൊരു പോയിന്റ്. ഒന്നില്ലെങ്കിൽ ഒരു കമ്പനിയിൽ നമുക്ക് ട്രസ്റ്റ് ഇല്ലെങ്കിൽ അവർ ഇവന്റ് നടക്കുന്ന സമയത്ത് നിങ്ങൾ നേരിട്ട് പോയി ഒന്ന് കാണാൻ ശ്രമിക്കുക എന്നുള്ളൊരു കാര്യം. ഇതൊക്കെയാണ് ഞാൻ കൂടുതലും ക്ലയൻസിനോട് പറയാറുള്ളത്. കാരണം ഇപ്പോ ഫോട്ടോസ്, ഞാൻ 100 ഫോട്ടോസ് തരുന്നു, അത് ചിലപ്പോൾ വേറെ കമ്പനി ചെയ്തായിരിക്കാം, നിങ്ങൾക്ക് ഒരിക്കലും അത് അല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോ ഒരിക്കലും ഇപ്പൊ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോ ഞാൻ നല്ല രീതിക്ക് നമ്മളുടെ സ്റ്റാഫിനെ വെച്ച് എഡിറ്റ് ചെയ്താണ് അത് ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വിശ്വസിക്കുകയാണ്, ഒരിക്കലും അത് ചെയ്യരുത് എന്നുള്ളൊരു പോയിന്റ് ഞാൻ എപ്പോഴും ക്ലയന്റിനോടും പറയാറുണ്ട്. നിങ്ങളിപ്പോ ഞാൻ ഒരു റീൽസ് ഇടുന്നു, നിങ്ങൾ അത് വിശ്വസിച്ച് എനിക്ക് ഒരിക്കലും ഓർഡർ തരുമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഓക്കെ, നമ്മളുടെ കമ്പനി ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്, അത് വിശ്വസിച്ച് നിങ്ങൾ വരികയാണെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ റെഫറൻസ് ക്ലയൻസ് ആരെങ്കിലും വരികയാണെങ്കിലും അതും ഓക്കെ. അല്ലെങ്കിൽ എനിക്ക് നെക്സ്റ്റ് ഇവന്റ് എവിടെയാണ് ഉള്ളത് നിങ്ങൾ മാക്സിമം നേരിട്ട് കാണാൻ ശ്രമിക്കുക എന്നുള്ളൊരു പോയിന്റ് ഞാൻ പറയാം. എനിക്ക് തോന്നുന്നു എക്സ്പെഷ്യലി വെഡിങ്ങിലേക്ക് വരുമ്പോൾ നമ്മളെല്ലാവരും ആദ്യം ഇൻസ്റ്റയിലുള്ള ഫോളോവേഴ്സ് ആയിരിക്കും. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, ഇപ്പൊ ഇവന്റ് പ്ലാനേഴ്സ് ആയിക്കോട്ടെ, ഫോട്ടോഗ്രാഫി ആയിക്കോട്ടെ, എല്ലാം ഒരു 20K മുകളിൽ എത്തി അത്രയും സന്തോഷം. നമുക്കൊരു 1000 5000 ഒന്നും ഇപ്പത്തെ ഒരു കറന്റ് സിനാറിൽ വെച്ച് നമുക്ക് ഫോളോവേഴ്സ്, അയ്യോ ഇത് അത്രയും നല്ലതല്ലേ എന്നാൽ അവരെല്ലാരും അടിപൊളിയായിരിക്കും. ഈ ഫോളോവേഴ്സ് പല രീതിയിലും കയറ്റുന്നവരുണ്ട്. പക്ഷെ ആ ഒരു കമ്പാരിസൺ വരുന്നുണ്ട് ഫോളോവേഴ്സിലൂടെ ചൂസ് ചെയ്യുന്നത്. അത് അത് ബാധിക്കുന്നില്ല ആക്ച്വലി. നല്ലവണ്ണം വർക്ക് ചെയ്യുന്നവരെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അത്രയും ആക്റ്റീവ് ആകാത്തവരെയും അത് ശരിക്കും എഫക്ട് ചെയ്യുന്നില്ല. ഉറപ്പായിട്ടും എഫക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ തന്നെ ഒരുപാട് കമ്പനീസിനെ കണ്ടിട്ടുണ്ട്, അവർ അത്രയും ഫിനിഷിങ്ങും അത്രയും ഡെഡിക്കേഷനോട് വർക്ക് ചെയ്യുന്ന ഒരുപാട് കമ്പനീസ്, ഇൻസ്റ്റോ ഫേസ്ബുക്ക് ഒന്നും ഇല്ലാത്ത ഒരുപാട് കമ്പനീസ് ഉണ്ട്. കാരണം ഒരുപാട് വർഷങ്ങളായി ചെയ്യുന്നവർക്ക് അതിനെപ്പറ്റി ഒന്നും വലിയ ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും ഈ ഇൻസ്റ്റ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാത്രം വിശ്വസിച്ച സ്ഥലത്ത് പോകുന്നതിനേക്കാൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുക. ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്ത് കിട്ടുന്നതിനേക്കാൾ കൂടുതലല്ലോ കണ്ടിട്ട് കിട്ടുന്നത്. അപ്പൊ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുക. അവര് ഒരു ഇവന്റ് കമ്പനിയെ നിങ്ങൾ ഏൽപ്പിക്കുന്നതിന് മുമ്പ് അവർക്കും ഏതെങ്കിലും ഇവന്റ് ഉണ്ടെങ്കിൽ ഒന്ന് നേരിട്ട് കാണാൻ ശ്രമിക്കുക. അവര് ഏതെങ്കിലും നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് സംസാരിച്ച് നോക്കുക. അങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സ് എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക. ഇപ്പൊ നമ്മളിപ്പം ഇവന്റ് പ്ലാനർ ആയതുകൊണ്ട് ചോദിക്കുക, ഇപ്പൊ ഞാനൊരു ഹോസ്റ്റ് ആയതുകൊണ്ട് നോക്കുമ്പോൾ കുടുംബത്തിലെ എല്ലാ ഹോസ്റ്റിങ്ങും മിക്കപ്പോഴും നമ്മുടെ തലയിലേക്ക് വരാറുണ്ട്. നമ്മൾ ചെയ്യേണ്ട ആവശ്യമാണ്, നമ്മൾ എസ്കേപ്പ് ചെയ്ത് നമുക്കും കല്യാണം കൂടണ്ട, അടിച്ചു പൊളിച്ച് കൂടണ്ടായിരുന്നു. അപ്പം ഒരു ഇവന്റ് പ്ലാനർ ഇങ്ങനെ കുടുംബത്തിൽ തന്നെ ഉള്ളപ്പോ എല്ലാ കല്യാണവും അർജുനാണോ ചെയ്യുന്നത്? എന്റെ പ്രശ്നം ഒരു വെഡിങ് എന്ന് പറയാ, ആ ഡേറ്റ് മുഹൂർത്ത ഡേറ്റ് ആണ്. എനിക്കിപ്പോ എന്റെ വീട്ടിൽ എത്ര വെഡിങ്സ് ഉണ്ടെങ്കിലും ഇവിടെ എനിക്ക് അതേപോലെ തന്നെ വെഡിങ്സ് ഉണ്ടാവും. ബിസിനസ്സും അതുപോലെ തന്നെയാണ്. അപ്പോ ജസ്റ്റ് ഇവിടെ പോയി ഒന്ന് തല കാണിച്ചിട്ട് വരിക എന്നല്ലാതെ അത് ഫുൾ ടൈം നിന്ന് എൻജോയ് ചെയ്യാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. അല്ല, അവരുടെ വെഡിങ് ചെയ്യുന്നത് മൊത്തം അർജുൻ നമ്മൾ തന്നെയായിരിക്കും, എല്ലാവരുടെ ലക്ഷ്യം തന്നെയാണ് ചെയ്തേക്കുന്നത്. ഞാൻ അതാ ഉദ്ദേശിച്ചത്. അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ കുറച്ചു നേരം അവിടെ ഇരിക്കാം, നെക്സ്റ്റ് അടുത്ത വർക്ക് സൈറ്റിലേക്ക് ഒന്ന് പോകേണ്ടി വരും, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ഫുൾ ടൈം അവിടെ നിന്ന് എൻജോയ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇതുവരെ ആരുടെ ഒരു കസിന്റെ അങ്ങനെ കല്യാണം ഫുൾ ടൈം നിൽക്കാൻ പറ്റില്ല. ഇത് കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഇപ്പൊ വിചാരിക്കുന്നത് ഇത്രയും വെഡിങ്സ്, ഇത്രയും 16 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള അർജുൻ എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാത്തത്, അർജുന്റെ കല്യാണം ഇത്രയും ഗംഭീരാക്കണ്ടെന്ന് ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നവരൊക്കെ തോന്നുമായിരിക്കും. അപ്പം അത് എന്തുകൊണ്ടാണ്? നടക്കുന്ന വഴിക്ക് നടക്കട്ടെ. പേഴ്സണൽ ക്വസ്റ്റ്യൻ ആയി പോയത്. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാനിങ്, എന്റെ വെഡിങ് ഇങ്ങനെ ആക്കണം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ മാറ്റി വെച്ചേക്കണം. പറഞ്ഞ പോലെ തന്നെയാണ് എപ്പോഴും ഗ്രൂംസിന് പ്ലാൻസ് ഭയങ്കര കുറവായിരിക്കും. ഇപ്പൊ ഇത്ര ഇതിൽ ഫീൽഡ് നിൽക്കുന്നതുകൊണ്ട് അർജുന് ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരിക്കില്ലേ വെഡിങ്? ആരും കാണാത്ത, ഇതുവരെ കൊടുക്കാത്ത, ഇതുവരെ ഒരു ക്ലയൻസിനും ചെയ്യാത്ത ഒരു ഡെക്കർ ആയിരിക്കണം, അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. അങ്ങനത്തെ ഇതൊന്നുമില്ല. മാക്സിമം അത് ക്ലയൻസിന് കൊടുക്കാൻ നോക്കും ഞാൻ. ക്ലയൻസിന് കൊടുക്കുക. കാരണം അവര് പറയുന്ന ഫീഡ്ബാക്ക്, ഞാനിപ്പോ എന്റെ വെഡിങ്ങിന് ഞാൻ ഒരുപാട് എനിക്ക് അങ്ങനെ കാണിക്കാനുള്ള വലിയ ഇതില്ല. ബട്ട് ഒരു ക്ലയൻസിനോട് ഞാൻ ഓക്കെ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്താൽ നന്നായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്ത് അവര് വെഡിങ് ചെയ്ത് കിട്ടുന്ന ഫീഡ്ബാക്ക് ഉണ്ടല്ലോ, അതിനോടാണ് എനിക്ക് കൂടുതൽ. അർജുന്റെ മനസ്സിൽ എപ്പോഴും ക്ലയന്റ് ഈസ് കിങ് അല്ലേ, ആ ഒരു ടാഗ് ലൈൻ എല്ലാവരും നോക്കേണ്ട കാര്യം അത് തന്നെയാണ്. ഓക്കെ, അപ്പം എന്തായാലും അടിപൊളി ആകട്ടെ. കാരണം 16 years ഇത്രയും സക്സസ്ഫുൾ ആയിട്ട്, ഇത്രയും കോമ്പറ്റീഷൻ ഉള്ള ഈ ഒരു ഫീൽഡില് ഇത്രയും അടിപൊളിയായിട്ട്, ഇത്രയും ഇപ്പൊ എടുത്തു നോക്കുകയാണെങ്കിൽ തമിഴ്നാട് ഓൾമോസ്റ്റ് കവർ ചെയ്ത്, ഗോവ, കർണാടക എല്ലാം അല്ല, നോർത്ത് സൈഡ് എല്ലാം കവർ ചെയ്ത്
എന്താ പറയുക ഒരു ബ്രാൻഡ് ലക്ഷ്യ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇത്രയും സക്സസ്ഫുൾ ആക്കി മാറ്റിയത് അർജുനാണ്. അപ്പൊ ഇനിയും അടിപൊളിയായിട്ട് പോട്ടെ, ഒരുപാട് ഗ്രേറ്റ് ഇവന്റ്സ് ചെയ്യാൻ പറ്റട്ടെ. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ എൻ്റെ ടീം ഓഫ് ലക്ഷ്യയുടെ എല്ലാ ടീമിനും ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു.